എവിടെ ഇല്ല, അതിനിടക്ക് ഒരു സിലോപ്പി ലാസ്റ്റിക്ക് നോക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് ചെറിയ എനിക്ക് ചിലപ്പോ ഈ കച്ചാലി കാണും കേട്ടോ സിലോപ്പി. ഫ്രണ്ട് നിൽക്കുന്നല്ലേ? ഇതൊക്കെ താഴ്ച കണ്ടതല്ലായിരുന്നു. ഈ ചാല്, ഈ കണ്ടത്തിന്റെ കച്ചാല, ഈ വെള്ളം പോകാൻ വേണ്ടിയുള്ള, ഇതിനകത്ത് ചിലപ്പോൾ സിലോപ്പി കാണാൻ സാധ്യതയുണ്ട്. ഈ കണ്ടത്തിലൊക്കെ സിലോപ്പി ഉണ്ടായിരുന്നേ വെള്ളമുള്ള സമയത്ത്. കച്ചാലിനൊക്കെ നല്ല താഴ്ചയാണ്. തട്ടിയാ തട്ടിയിട്ടില്ല. ബാക്കോട്ട് പോയി. കിട്ടിയാ ഒരു സിലോപ്പ് കിട്ടി. ഫ്രണ്ടിലൊക്കെ ഓടുന്നുണ്ട്. സിലോപ്പി അല്ലേ? അത് ചെറുതാ. ഓക്കെ, എന്നാ നൈസായിട്ട് അവിടെ നിന്ന് അപ്പം ഇങ്ങോട്ട് വെച്ചിട്ട് വല ഒതുക്കി വെച്ച് കൊടുക്കുക. വെള്ളത്തിന് എടുക്കാനുള്ള സമയമില്ല. അത് വലിയ സിലോപ്പിയ. രണ്ടെണ്ണം പോയത്. വല നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നീ എൻ്റെ അടുത്ത് വരുന്ന അനുസരിച്ച് എന്നെ ഒന്ന് മുട്ടിക്കണ്ട്. ഒരെണ്ണം പിടിക്കാൻ വരുമ്പോൾ അടുത്ത് ഹൈറ്റിൽ പോവുക. ഒരെണ്ണം പോയല്ലേ? സുമേഷിനെ പുറകെ ബാക്ക് പോയി. അത് തന്നെ അത് വലുതായിരുന്നു. ഉറങ്ങാ കറക്കി അടി കിട്ടു. അമ്പാനെ എന്റെ കാലിനെ ഇട്ടു ചെറവറ ഇട്ടു. ഒറ്റ വിഷയമില്ല. ഇറങ്ങിയിട്ടില്ല കേട്ടോ. രണ്ടെണ്ണമാണോ ഇട്ടു? രണ്ടെണ്ണം ഇട്ടു. അമ്മാനെ നമുക്ക് വല കുത്താൻ പറയുന്നു. അതേ നടക്കത്തുള്ളൂ തോന്നുന്നു. വല കുത്തിയിട്ട് നമുക്ക് ഇവിടെ വല കുറച്ച് കുത്തി വെക്കാം. നിൽക്കടാ നമുക്ക്. ഇനി എന്തായാലും അവിടെ എഴുതി വെക്കി വരും. ബാക്കോട്ട് കുറെ പോയിട്ടുണ്ട്. ആ വല ഒന്ന് ചുരുക്കി പിടിച്ചേക്ക്. വല ഒന്ന് ചുരുക്കി പിടിച്ച. വലിയ വെള്ളത്തെയാണ്. വല കോരി കുത്തി കുളിക്കാൻ പോവുക. തപ്പിപ്പിടുത്ത് നടക്കത്തില്ല. വല വിൽക്കാതാണുള്ളത്. മനസ്സിലായി. വല മാറ്റി കൊടുത്താണ്. അല്ലേ കച്ചാല ഒഴിവാക്കി വെക്കും.
അവിടെ നിന്ന് തപ്പ് നോക്കാൻ മേലായിരുന്നു ബാക്കി. അങ്ങോട്ട് കുറെ പോയായിരുന്നു. വല വെച്ചിട്ടേ അത് കുഴപ്പമില്ല. കുറേ നിൽക്കുന്നു വള്ളത്തിനാണോ ഓടുന്നത്? ഇഷ്ടം വെള്ളത്തിൽ നമ്മുടെ വല കിട്ടുന്നില്ല. പാലേ ഏറ്റുകുത്ത് ഇവിടുന്ന് പോയി പോയല്ലേ? അല്ല ആ കച്ചാലോട്ട് കുത്താൻ മേലായിരുന്നു. കച്ചാലോട്ട് ഓടിക്കുന്നു. അങ്ങനെ തപ്പി വന്നാൽ മതി അല്ലേ? ഇത്ര നിലപ്പിനെ കിടപ്പണം നമ്മൾ ഉദ്ദേശിച്ചില്ലല്ലേ? വള്ളത്തിയാണോ? വലിയ വള്ളത്തിയാണല്ലോ. കളയണ്ട വെള്ളത്തിന് വിലയാണ്. വള്ളത്തി മസ്താനുള്ള ആ കിട്ടിയ മീനെടുത്ത് വെള്ളത്തിടല്ലേ? ആ വല മുട്ടിയാ? ഒരെണ്ണം തട്ടിയായിരുന്നു. ഇപ്പൊ തപ്പി പിടിച്ചത് ഇത്രയും മീൻ. നീ കൊല്ലിക്കത്തില്ല. ഇനിയും പിടിക്കും അല്ല അമ്പാനെ, ഇനിയും പിടിക്കണം. അത് തുടക്കം മാത്രമാണ് മലയത്. നമുക്ക് ഒരു ദോഷമുണ്ട്. ആ കച്ചാറ് ഇവിടെ വല വെച്ചിരിക്കുക. വള്ളത്തിൽ കൊണ്ടാ കുഞ്ഞിനെ കൊണ്ടൊരു രക്ഷയില്ല. കുറ്റി വേണ്ടി വരുവാണോ അവിടെ? ഇവരെവിടെയാ കുറ്റി? നീ എന്താ എവിടെയാടാ കുത്തി കൊണ്ടാ കുത്തി വെച്ചത്? കുറ്റി എടുത്ത് അവിടെ ഇട്ട് അതിനടുത്തുണ്ടോ കുറ്റി? അവിടെ തൂമ്പുണ്ടോ? കരിയമ്പളത്തിയാ? ഇത് വേണ്ട ബാഗിട്ട് കരിയമ്പളത്തി. കരി ഇതിനകത്തൊക്കെ മീനുണ്ടായിരുന്നു ആണല്ലേ? അവിടെ ഈ കുഴിയെങ്ങാണ്ട് പൊട്ടിപ്പോയി. ഞങ്ങൾ ഈ പാടത്ത് ആദ്യമായിട്ടാ വള്ളത്തിൽ പിടിച്ചത്. ഇത് ഒരാൾക്കിരിക്കാനേ ഉള്ളൂ. ഞാനെന്തിനാ പുറകെ ഇറങ്ങുന്നത്? അങ്ങോട്ട് നോക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ അത് അങ്ങോട്ട് വെള്ളമില്ല. ഇപ്പൊ അങ്ങോട്ട് വളർത്തി ചാടിയത് കിട്ടി. അവൻ പിടിച്ചായിരുന്നു അങ്ങോട്ട് ചാടിയത്. കുറെ കാര്യം കള്ളത്തെ മുറുകെ എടുത്തുണ്ട്. പുറകെ എടുത്തു. ഇല്ല അങ്ങോട്ട് പോയില്ല. അവളവിടെ നീട്ട് ഇറങ്ങിയുള്ളൂ. ഇത്രയും ദൂരം നടക്കണോണ്ട് മിക്കവാറും ഇതിപ്പോ പൂരമുണ്ടോ? വെള്ളത്തി വലിയ വെള്ളത്തി ഇടുമ്പോ പറയണേ. മൂലക്ക് മീനിന്റെ പുറത്ത് മീൻ കുറെ കാണും. കുറച്ച് കാണണം.
മറ്റേ നമ്മൾ രണ്ട് സൈഡിലും തട്ടുന്നുണ്ട് കട്ടി മുന്നിട്ട് നടത്തുന്നു. വള്ളത്തി ഉണ്ട് കട്ടല് ഈ കണ്ടത് ഫ്രണ്ട് ഓടുന്നത് ഇല്ല പൊങ്ങി പോകുന്നുണ്ട് വള്ളത്തി പുറകെ പോകുന്നുണ്ട്. ഓക്കെ, വല കയറിയ കിട്ടത്തൊന്നുമില്ല, അതേ പൊങ്ങിക്കൊണ്ട്. മഴ പള്ളത്തില്ലടാ. ഈ പൊങ്ങുന്നതിന് മഴയ്ക്ക് നിന്ന് കൊത്തിയെടുത്താൽ സുഖമല്ലേ, പണിയൊന്നും എടുക്കുന്നുണ്ട്. കൊക്കല്ലേ ഓക്കെ, നമ്മള് മീനെ ഓടിച്ച് കൊക്കിന് ചീറ്റി കൊടുക്കുന്ന കഴിച്ചു. നമ്മളൊന്ന് അവിടെ കച്ചാല് കണ്ടേ അപ്പുറത്തൊരെണ്ണമില്ലായിരുന്നു, അത് ഇവിടാണ് അവിടാണ്, അതാ തോന്നുന്നല്ലേ. വെള്ളം കിടന്നത് കാണുന്നു. ആ കച്ചാലിന് നിങ്ങൾ അമ്മാച്ചനൊക്കെ നിറഞ്ഞിട്ട് വന്നത് ഇതിന് പെട്ടയ്ക്ക് ഓർമ്മയില്ലേ, അതേലാണോ അത് ആ വരമ്പ് നടുക്കൂടി ഒരു കച്ചാല ആ നമ്മളാ അന്ന് തപ്പിയില്ലായിരുന്നു. കച്ചാലുണ്ട് സിലോപ്പിയ അവിടെ നിന്ന് ഇവിടം വരെ നിറഞ്ഞിട്ട് കിട്ടിയ രണ്ടുമൂന്നെണ്ണം പിടിച്ചിട്ട് പുള്ളി, രണ്ടുമൂന്ന് സിലോപ്പി പിടിച്ചിട്ട് അന്ന് അമ്പാനെ എണ്ണം കൂടുതൽ തട്ടുമ്പോൾ പറയണേ ഓളായിരാണ്. ഞാൻ പറയാം, എന്തെങ്കിലും ഉണ്ട് പറഞ്ഞേക്കാം. മുട്ടിയാ ഇത് സിലോപ്പിയാണോ? അന്ന് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചപ്പോലെ ഒരു കാര്യം വെള്ളത്തിൽ കിട്ടിയത്, അന്ന് ഈ നേരം വെച്ചപ്പോലെ ഒരു കാര്യം വെള്ളത്തിൽ കിട്ടി. വള്ളത്തിൽ നിൽക്കുന്നുണ്ടോ ഫ്രണ്ടി? വള്ളത്തിൽ നോക്കുന്നില്ല, ചെറിയ വള്ളത്തിൽ, വലുതായാലും വലിയ വലുതാണെങ്കിൽ മാത്രമേ നമ്മുടെ വല കിട്ടത്തുള്ളൂ. എല്ലാം ഫ്രണ്ടോട്ട് പോകുന്നുണ്ട്. നോക്കാനില്ല കോഴിക്കൊമ്പോളൊന്ന് ഒരു സിലോപ്പിനകത്തുണ്ടോ ഉണ്ടോ? കരിമീനാണ് കിട്ടിയ ആ വലിയ കരിമീൻ, സൈസ് കരിമീൻ. സ്വരാജ് സുധീഷ് കോള് നമുക്കിത് ഇവിടെ വല വെച്ചിട്ട് കിട്ടിയതാണ്. വലയെല്ലാം തേടി അന്നേരം വീഡിയോ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, അത് അങ്ങോട്ട് ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് നമുക്ക് കിട്ടിയ സിലോപ്പിയ, ഇവിടുന്ന് കിട്ടിയ സിലോപ്പിയ.
ഈ ചെറിയൊരു കൊച്ചു ചാലിന്ന് ഫോൺ അവിടെ വെച്ച് അങ്ങ് ദൂരെ വെച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഫോണല്ല, റെക്കോർഡ് കറക്റ്റ് ആകുന്നില്ലായിരുന്നു. അവിടുന്ന് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളിപ്പോഴാ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ഇത്രയും സിലോപ്പി കിട്ടി. ഇത് നമുക്ക് ആദ്യം ഇറങ്ങി തപ്പി കിട്ടിയത്. അത് നമ്മളിത് ഈ ചാലി വെച്ച് കിട്ടിയ സിലോപ്പി അതിനകത്ത് കിടക്കുന്നു. വല്ലതും ഉണ്ടായിരുന്നോ? സിലോപ്പി ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കാം, ഇതിനകത്ത് തപ്പി നോക്കാം. ഇത് കലത്തിയിട്ട് വേറെ ചത്തുപോയില്ല. ഇതിനകത്ത് കരിമീനൊക്കെ ഉണ്ട് കേട്ടോ. കരിമീനൊക്കെ ആരുടെ അടിയിലായി പോയി. നല്ല കരിമീനൊക്കെ നമുക്ക് അങ്ങ് തപ്പി കിട്ടിയതൊക്കെ ഉണ്ട്. വേറെ വിലക്ക് മാറ്റണം വേണ്ട, എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒക്കെ വെള്ളത്തിൽ കിട്ടുമോ? ഓ ദേ കരിമീൻ, ദേ ചത്തോ, ദേ മേളിൽ കിടക്കുന്ന കരിമീൻ. 1 2 എത്ര 3 4 കരിമീൻ കിട്ടിയായിരുന്നല്ലേ? കിട്ടോ, വെള്ളത്തിൽ കിട്ടോ. മുക്കി കിട്ടും. അത് നന്നായിട്ട് താത്തിട്ട് കെട്ടൊന്നും വേണ്ട, ചാടാനുള്ള മീനൊന്നും ഇല്ല. ആ താത്തിട്ട വല ലൂസായി കിടക്കട്ടെ. വല നന്നായിട്ട് ലൂസായി കിടന്നോട്ടോ, താഴോട്ട് വല കിട്ടട്ടെ. ഫ്രണ്ടോട്ട് ഓടിയിട്ടില്ല. മറ്റേ ആന വളർത്തുന്നവനൊക്കെ ഇല്ലേ കരിമീനാണോ? ചത്താണോ? കരിമുളകയാണോ? ആ പറ്റിയതാണ്. എന്നാലും എങ്കിൽ ഞാനും അല്ല ഓടിപ്പോയതല്ലേ? നല്ലത് കയറി നോക്കാം, എന്നിട്ട് തിരിഞ്ഞിരുന്നാൽ മതി. ബാഗിട്ട് പോയി. നീയുള്ള ധൈര്യത്തില്ല ഞാൻ. നീ കുറച്ചുകൂടെ ബാഗിട്ടിറങ്ങിയിരിക്കും. വള്ളത്തി കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി പള്ളത്തിയെ, നല്ല സൈസ് പള്ളത്തിയെ. ഇതൊക്കെ പള്ളത്തിയുടെ ടോപ്പ് വലിപ്പമെന്ന്. ഇതിലും വലുതൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലുത്. വല വേണ്ട, നോക്കാം. ഇപ്പം കിട്ടിയത് ആണിത്. വള്ളത്തി ഉണ്ടോ അതിനകത്ത്? നമ്മുടെ പാപ്പി വല വെച്ചിട്ടില്ലായിരുന്നു. പൂമടച്ചു വെച്ചിരിക്കണം. അല്ലെണ്ണ ഒറ്റയ്ക്ക് കേട്ടോ ഇന്ന്. അപ്പാപ്പി ഫിഷിങ്. അല്ലണ്ണ മറ്റേ പുള്ളി എന്താ വരാൻ എന്തായിരുന്നു? അണ്ണൻ 2 ദിവസമായിട്ട് വരുന്നില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരെണ്ണം പുറകെ പോയല്ലോ സുമേഷ്. പോയ ചെറുതാ പോയ.
സിലോപ്പി കാണണ്ടായിരുന്നു, എങ്ങോട്ടൊക്കെ മാറിക്കിടക്കണമെന്ന് ഒരു പിടുത്തല്ലേ, എല്ലായിടും നിരന്ന് കിടപ്പുണ്ട്. തൂമ്പില്ല ഇവിടെ, ചെറിയ ഒരു PVC പൈപ്പ് ചെറുതാ, അല്ലാതെ തൂമ്പായിരുന്നെങ്കിൽ കണ്ടാലുണ്ടല്ലോ. വലിഞ്ഞത് ചുമ്മാതായല്ലോ കൊല്ലത്തെ. സിലോപ്പിയ ഞാൻ ഇതിനകത്തെടുത്ത് ഇടും. ഒരു കൊല്ലു പോലും കാലിയല്ലല്ലോ. രണ്ട് സിലോപ്പിയ കിട്ടി. പറയും പറയും ഇവിടെ അത് തന്നെ കൈ വെച്ചെടുത്ത് അത് വലുതായിരുന്നു. ഒതുങ്ങിയല്ലേ, ഒതുക്കി പതിനഞ്ചാലോട്ട് വാങ്ങിക്കോ. 6 എണ്ണം കെട്ടി വിടുന്നു. ചെറുതെടുക്കണ്ട. പറയാനും വയ്യ. എന്നത്തെ അപേക്ഷ വീഴുന്ന കുറവാ. 2 ബോക്സ് 3 ബോക്സ് അതിനകത്തുണ്ട് അതിനകത്താറ് നല്ലത് ചടി അടി വായിക്കും. അവിടെ ഉണ്ടെന്ന് അതിൻ്റെ അടിയിൽ ഒരെണ്ണമുണ്ട്. ആ സൈഡ് നേരത്തെ എടുത്തതിൻ്റെ നേരത്തെ കണ്ടില്ല. ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഒന്നുകൂടെ മാറ്റാൻ കിട്ടും, ഒന്നുകൂടെ മാറ്റിയാൽ മതി. എവിടെ ഇത്രയുണ്ട്. അതെ, നമുക്ക് ഈ കരിമീൻ ഇതാണ് കിട്ടിയത്. ഇതിനകത്ത് ഇനിയുണ്ട്, അതൊക്കെ തിരഞ്ഞെടുക്കണം. പിന്നെ കിട്ടിയത് ഒരു ചെറിയൊരു വരാൽ, ഇത്രയും സിലോപ്പി കിട്ടി. കുഴപ്പമില്ല, നമുക്ക് സന്തോഷം. ഫ്രണ്ട് ക്യാമറ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ നിർത്തി. ഇനി അടുത്തൊരു ദിവസം ഇതിനേലും നല്ല മീൻപിടുത്തമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.